ദേവഗിരി മർച്ചന്റ്സ് അസോസിയേഷൻ ഈ പ്രദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. എന്റെ അഭിവന്ദ്യ സുഹൃത്തും ആത്മസുഹൃത്തുമായ വിഖ്യാതനായ ട്രെയിനർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും മെമ്മറിയിലുമില്ല വളരെ ശ്രദ്ധേയനായ ട്രെയിനർ ശ്രീ മോൻസി വർഗീസ് അദ്ദേഹമാണ് ഞാൻ ഇന്ന് ഇവിടെ വരാനും നിങ്ങളോട് സംവദിക്കുവാനും അവസരമൊരുക്കിയത്. അദ്ദേഹത്തോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അഗീതവുമായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന വിഷയം വ്യാപാരിയും കുടുംബ ബന്ധവും എന്നതാണ്. അത് ഈ വ്യാപാരിയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്. വ്യാപാരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുടുംബ ബന്ധം, കുടുംബം എല്ലാം അതിനുള്ളിൽ വന്നു ചേരുകയും ചെയ്യും. ഞാൻ ശ്രീ മോൻസാറിനോട് ചോദിച്ചിട്ട് വ്യാപാരത്തിന്റെ നിലവാരം എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള വ്യാപാരം, ഇടത്തരം വ്യാപാരികളാണ് ഈ പ്രദേശത്ത് കൂടുതലായി ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ ഹൈഫ്ലൈ ആയിട്ടുള്ള വ്യാപാരമല്ല, ജീവിതായോധനത്തിനു വേണ്ടി വെല്ലടിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ ചെയ്ത് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പോകാവുന്ന ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു നിർവചനമുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ഈസ് ലൈക്ക് എ ജലസ് വൈഫ് എന്നാണ്. അസൂയക്കാരിയായ ഒരു ഭാര്യയെ പോലെയാണ് ബിസിനസ്. ഫോൺ വന്നു. അസൂയക്കാരിയായ ഭാര്യയെ പോലെയാണ് ബിസിനസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഫോൺ വന്നത്. അപ്പോ അസൂയക്കാരിയായ ഭാര്യയെ നമുക്കറിയാം, റെസ്റ്റ്ലെസ് ആയിരിക്കും. ഒരു എപ്പോഴും അവർക്ക് ഭർത്താവിന്റെ മേലൊരു കണ്ണുണ്ടാവും. ഭർത്താവ് തന്നെ തന്നെയാണോ ശ്രദ്ധിക്കുന്നത്, തന്നെ വേണ്ട പോലെ ഓർമ്മിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയാലും അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്, അത് സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് കാളിദാസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മഹാകവി കാളിദാസൻ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്, നാരിതൻ മുന്നിൽ പുരുഷൻ പ്രപഞ്ചമാണ്, പ്രപഞ്ചമോ പുരുഷനൊരു സ്ത്രീ. ഇതൊരു പൊതു സ്വഭാവമാണ്. ജനറലായിട്ട് പറഞ്ഞാൽ നാരിതൻ മുന്നിൽ പുരുഷൻ പ്രപഞ്ചമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പുരുഷൻ അവളുടെ ലോകമാണ്. അവളുടെ മൊത്തം കാര്യങ്ങളും, അവളുടെ സങ്കല്പവും, അവളുടെ വിശ്വാസവും, അവളുടെ ജീവിതവും, എന്റെ ഏകധനമങ്ങ്, ജീവനങ്ങ്, എന്റെ ഭോഗമതും എന്റെ മോക്ഷവും, ഇത് പോകില്ല ഞാൻ എന്ന് കുമാരനാശന്റെ ഒരു നായിക പറയുന്നു. എന്റെ ഏകധനം അങ്ങാണ്, എന്റെ ജീവൻ അങ്ങാണ്, എന്റെ ഭോഗവും മോക്ഷവും എല്ലാം അങ്ങാണ്, ഇത് പോകില്ല ഞാൻ. ഇതാണ് സ്ത്രീ. അതാണ് കാളിദാസൻ മറ്റൊരു തരത്തിൽ നാരിതൻ മുന്നിൽ പുരുഷൻ പ്രപഞ്ചമാ എന്ന് പറഞ്ഞത്. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് ഈ സ്ത്രീയെ പ്രപഞ്ചമാക്കി പോകാൻ കഴിയില്ല. അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ജീവിതായോധനത്തിന് വേണ്ടിയുള്ള ഓരോ ശ്രമങ്ങളുണ്ട്. അത് ബിസിനസ് ആവാം, ജോലിയാവാം, കലാപരമായ മേഖലയാകാം,
അപ്പോൾ അയാളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം മൊത്തം ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ അയാളെ ആകർഷിക്കുന്ന, അയാളുടെ മനസ്സിനെ ഹരിക്കുന്ന, അയാളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആകർഷണ ബിന്ദുവായി ഈ കാര്യം മാറുകയാണ്. അപ്പൊ ഈ വ്യത്യാസം സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഉണ്ട്. അതുകൊണ്ടാണ് ബിസിനസ് ഈസ് ലൈക്ക് എ ജലസ് വൈഫ് എന്ന് പറയുന്നത്. ബിസിനസ് അസൂയക്കാരിയായ ഭാര്യയെ പോലെയാണ്. കാരണം അവരിപ്പോ എപ്പോഴും നമ്മളെ തിരക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, എവിടെ നിൽക്കുന്നു, എവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഒരു ഫോൺ വന്നല്ലോ, ഞാനിവിടെ ഒരു ക്ലാസ് ഇപ്പം തുടങ്ങിയിട്ടില്ല, രാവിലെ തുടങ്ങണമെന്ന് ആളിപ്പോ എത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എപ്പോ തീരുമ്പോ തന്നെ അറിയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ നമ്മളെ നിരന്തരം ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്ന ഒന്നാണ് സ്ത്രീ. അതാണ് കുടുംബമായി മാറുന്നത്. പക്ഷെ അതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, എല്ലാം സമചിത്തതയോടെ ഒരു ഇക്വിലിബ്രിയത്തിൽ, ഒരു ഹാർമണിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ബിസിനസ്സുകാരന്റെ ജീവിതം സഫലമാകുന്നത്. പക്ഷെ ഞാൻ തുടങ്ങിയ നിർവചനം അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞത് ബിസിനസ് ഈസ് ലൈക്ക് എ ജലസ് വൈഫ് എന്നാണ്. ഈ ഭാര്യയെ പോലെയാണ് നമ്മളെ വിടാതെ പിന്തുടരുകയും ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയുവാൻ ആഗ്രഹിക്കുകയും, എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും തന്നിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആ കൗശലക്കാരിയായ ഭാര്യയെ പോലെയാണ് ബിസിനസ്. അതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്രദ്ധ മറ്റെന്തിലുമാണ് എന്ന് തോന്നിയാൽ അവിടെ ഒരു വിടവുണ്ടാവും, അവിടെ ഒരു തകർച്ചയുണ്ടാവും. അത് വിശ്വാസത്തിന്റെ തകർച്ചയാവാം, സൗഭാഗ്യത്തിന്റെ തകർച്ചയാവാം, മുന്നോട്ടുള്ള പ്രയാണത്തിന്റെയും തകർച്ചയാവാം. അപ്പോൾ പ്രാഥമികമായി എനിക്ക് പറയുവാനുള്ളത്, ബിസിനസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ പൂർണ്ണമായും ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വഴിപിഴച്ച് പോകുവാനേ പാടില്ല. അപ്പോൾ കുടുംബജീവിതം മറ്റൊരു കമ്പാർട്ട്മെന്റാണ്. ബിസിനസ് എന്ന് പറയുന്നതും നമ്മുടെ ജീവിത നിവൃത്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നതും, നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നതും എയർ ടൈറ്റായ രണ്ട് കമ്പാർട്ട്മെന്റുകളാണ്. ഈ കമ്പാർട്ട്മെന്റുകൾ തമ്മിൽ കലരാനോ അവയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനോ പാടില്ല. ഇത് ബിസിനസ് മാത്രമല്ല, എല്ലാ തൊഴിലിലും ഉണ്ട്. ഞങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മുടെ ജോലി സമയം എന്ന് പറയുന്നത് 10:15 മുതൽ 5:15 വരെ അല്ല. മന്ത്രിയുടെ മീറ്റിംഗ് വളരെ രാവിലെ ആയിരിക്കും, അദ്ദേഹത്തിന് സമയം എളുപ്പമായിരിക്കും, 7 മണിക്ക് വരാൻ പറയും. രാത്രി വേറെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ സമയം മുഴുവൻ നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടതായിരിക്കും. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഡേ എന്ന് പറയുന്നത് 0 ഓവറിൽ ആരംഭിക്കുകയും 0 ഓവറിൽ അവസാനിക്കുകയും ചെയ്യുന്ന, ബിസിനസ്സുകാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. പല പല കാര്യങ്ങൾക്ക് അവർക്ക് ഇടപെടേണ്ടതായിരിക്കും. കൃത്യസമയത്ത് കട അടയ്ക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പൊ സ്റ്റോക്ക് ഇറക്കും, അല്ലെങ്കിൽ വണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് അത് ഒരു പ്രത്യേക ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു സമയക്രമമായി, നിമിഷങ്ങളായി അതിനെ മാറ്റിയെടുക്കേണ്ട. വീട്ടിലുള്ള സമയത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുമ്പോഴാണ്, ആ കാര്യങ്ങളൊന്നും വീട്ടിൽ ചർച്ച ചെയ്യാതിരിക്കുമ്പോഴാണ്. അവിടെ നമ്മൾ ഗ്രഹനാഥനായി തന്നെ മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടാവും. ഓരോ ദിവസവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഓരോ തരം മാനസികാവസ്ഥയാണ്. പ്രധാനം സാമ്പത്തികമാണ്. ഇന്ന് കാശ് അടയ്ക്കേണ്ട ദിവസമായിരുന്നു, അല്ലെങ്കിൽ കാശ് അയക്കേണ്ട ദിവസമായിരുന്നു, പിരിഞ്ഞു കിട്ടേണ്ട ദിവസമായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല, കൊടുക്കാനുള്ള ആൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള 100 ടെൻഷനിൽ വരുമ്പോൾ, വീട്ടിലെത്തുമ്പോൾ അതെല്ലാം അലിഞ്ഞു തീരുന്ന, അതെല്ലാം
വളരെ ശാന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാവണം. അത് ഉണ്ടാകണമെങ്കിൽ സ്ത്രീകൾ വളരെ ഹൃദ്യമായി അദ്ദേഹത്തെ വരവേൽക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ രാവിലെ പോകുമ്പോൾ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു ഭാര്യ, കൊണ്ടുവരാമെന്ന് ഏറ്റിരുന്നു. പക്ഷെ പകൽ സമയത്തെ നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ, തിരക്കിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതൊന്നുമില്ലാതെ ശൂന്യഹസ്തനായി വെറും കൈയുമായി വീട്ടിൽ വരുമ്പോൾ ഭാര്യ രോഷാഗ്നിയായി നേരിട്ടാൽ ആ വീട്ടിൽ പിന്നെ സ്വസ്ഥത ഉണ്ടാകുമോ, സന്തോഷം ഉണ്ടാകും? ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്, IMC മാനേജ്മെന്റ് ട്രെയിനിങ്. അവിടെ ഒരു ചെറിയ അധ്യാപകരുണ്ടായിരുന്നു. ഒരുപാട് വലിയ അധ്യാപകന്മാർ വന്ന് പഠിപ്പിച്ചു, പരമബോധമായിരുന്നു. ഈ ചെറിയ അധ്യാപകൻ ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാനിപ്പോഴും അതെല്ലാം ഓർക്കുന്നു. നമ്മൾ വേഗം ഒരു റാപ്പോ സൃഷ്ടിക്കണം. ഭാര്യ രാവിലെ പറഞ്ഞു, പഞ്ചസാര തീർന്നിരിക്കുകയാണ്, അപ്പൊ വൈകിട്ട് വരുമ്പോ പഞ്ചസാര വാങ്ങിക്കൊണ്ട് വരണം. രാവിലത്തെ മുകളിൽ നമ്മൾ ഏറ്റു. വൈകിട്ട് വന്നു, ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് വരികയാണ്. വരുമ്പോ ഭാര്യ നമ്മുടെ കൈകൾ നോക്കി, പഞ്ചസാരയില്ല. അവിടെ വെച്ച് വേണമെങ്കിൽ തെറ്റാ. വന്നപാടെ നമ്മൾ പറയുകയാണ്, ഒരു ചായ എടുക്കും. ചായ എങ്ങനെ എടുക്കും? പഞ്ചസാര ഉണ്ടോന്നോ? പഞ്ചസാര വിട്ടുപോയി. എല്ലാം ഇങ്ങനെ തന്നെ. ഏത് കാര്യമാണ് നിങ്ങൾ സമയത്ത് ചെയ്തിട്ടുള്ളത്? ഈ വിധത്തിൽ പ്രശ്നം രൂക്ഷമായാൽ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഭാര്യ പറയുകയാണ്, എനിക്കറിയാൻ വാങ്ങിക്കില്ലെന്ന്. ഭാര്യ ചായ കൊണ്ടുവന്നു, അതിൽ പഞ്ചസാര ഉണ്ട്. ഞാനത് അല്പം പഞ്ചസാര കരുതിയിരുന്നു, എനിക്കറിയാം. പക്ഷെ നാളെ പഞ്ചസാര ഇല്ലാതെ വന്നാൽ വെറും പഞ്ചസാര ഇല്ലാത്ത ചായ കുടിക്കേണ്ടി വരും. ഇത് 84-ലാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പഞ്ചസാര ഉള്ള ചായ കുടിച്ചാലാണ് കുഴപ്പം, പഞ്ചസാര ഇല്ലാത്ത ചായ സേഫാണ്. പക്ഷേ സാറ് പറഞ്ഞു, പൊക്കം പറഞ്ഞ സാറ് പറഞ്ഞു, പക്ഷേ മലയാളത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പക്ഷയാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും ശക്തമായ വാക്ക് ബട്ടാണ്. എന്ത് പറഞ്ഞിട്ടും ബട്ട് എന്ന് പറഞ്ഞ അത്രയും തീർന്നു. പക്ഷേ പിറ്റേന്ന് പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ആര് പറയുന്നു? സാറ് പറയുന്നു. കാരണം പിറ്റേന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ വരും. പറഞ്ഞാൽ അയാൾ ഒരു ചാക്ക് പഞ്ചസാര വാങ്ങിക്കൊണ്ട് കൊടുത്തെന്നിരിക്കും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ മധുരീകരിക്കുന്നിടത്താണ് കുടുംബം സ്വർഗമായി മാറുന്നത്. അതേപോലെ തന്നെ വീട്ടിലെ കുട്ടികളുമായി എല്ലാം ഒരുമിച്ചിരുന്ന് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഡൈനിങ്ങിന് മാത്രമുള്ളതല്ല. ഇപ്പൊ പല വീടുകളിലും ഡൈനിങ് ടേബിളിലാണ് കൂടുതൽ എഴുത്ത് നടക്കുന്നത്. കുട്ടികളൊക്കെ വരയ്ക്കുന്നതും എല്ലാം ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ സ്ഥലമുള്ളതുകൊണ്ട് ഡൈനിങ് ടേബിൾ പലതായും ഉപയോഗിക്കുക. അതിൽ പ്രധാനമായും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരു വലിയ നിർബന്ധമായ കാര്യമാണ്. പുതിയ ഒരു സംവിധാനത്തിൽ എല്ലാവർക്കും മൊബൈൽ ഉള്ളതുകൊണ്ട്, എല്ലാവർക്കും മുറിയിൽ TV ഉള്ളതുകൊണ്ട് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ കൊണ്ട് അവിടെ കൊടുക്കുകയാണ്. ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ്, ചുറ്റുമിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത്. ഇപ്പൊ മോള് പറയുന്നു, എനിക്ക് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ എന്തുപറ്റി? അല്ല, ടീച്ചർ ബോർഡിൽ എഴുതി വരുന്നത് കാണുന്നില്ല. അപ്പൊ ഇന്ന് ടീച്ചർ പറഞ്ഞു ഫ്രണ്ടിലോട്ട് നീങ്ങിയിരിക്കാൻ. ഫ്രണ്ട് ഇരുന്നിട്ട് കാണുന്നില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു വീട്ടിൽ പറയണം, കണ്ണ് ടെസ്റ്റ് ചെയ്തു. നോക്കണം, അത് ഡിസ്കസ് ചെയ്തത് ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പുള്ള സമയത്താണ്. ഈ ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോഴും മൊബൈലിൽ നോക്കി ആഹാരം കഴിക്കുന്നവരുണ്ട്, TV നോക്കി ആഹാരം കഴിക്കുന്ന ഗൃഹനായകന്മാരുണ്ട്, സീരിയൽ കാണുന്നതുണ്ട്. ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിലാണല്ലോ TV വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊരു വീട്ടിൽ ചെന്നപ്പോൾ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് തന്നെ TV വെച്ചിരിക്കുന്നത് സൗകര്യമാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ സിറ്റിയിലൊക്കെ, തിരുവനന്തപുരത്തൊക്കെ പല വിവാഹമോചനങ്ങളും നടക്കാതെ പോയത് പവർ കട്ട് ഉള്ളതുകൊണ്ടായിരുന്നു. ഈ പവർ കട്ട് സമയത്ത് ഒന്നും നടക്കില്ല, പവർ കട്ടല്ലേ. അപ്പോ ഫാനില്ല,
കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാവരും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോ ഭർത്താവ് ചോദിക്കുന്നു, നീ മെലിഞ്ഞ കല്യാണത്തിന് പോയിട്ട് എന്തായി? ആ, കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ വന്നില്ലല്ലോ, എല്ലാവരും തിരക്കിയോ? നിങ്ങളുടെ പൊന്നാര അടിയൻ തിരക്കി. ഞാൻ പറഞ്ഞു സുഖമെല്ലാം എടുക്കുകയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഈ വക കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. അപ്പൊ ഭാര്യ ചോദിക്കുന്നു, അല്ല അതിരിക്കട്ടെ, മെലിഞ്ഞ ബ്ലഡ് എടുക്കാൻ പോയിട്ട് എന്തായി? ക്രിയാറ്റിൻ എങ്ങനെ ഇരിക്കുന്നു? നോക്കണം, ഇതിനൊക്കെയുള്ള ഒരു സമയം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഒഴുക്കിനിടയിൽ നഷ്ടമായി. കാരണം കാലം വളരെ മുന്നോട്ട് പോയി. പഴയ കാലമല്ല. പഴയ കാലത്ത് ഇതിനെല്ലാം സമയമുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോ വോക്കിൻ ഇന്റർവ്യൂ ആണ്, ചെല്ലുമ്പോൾ തന്നെ ജോലി കിട്ടുമെങ്കിൽ പണ്ട് നമ്മളെ അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു കാത്തിരിപ്പുണ്ട് മറുപടി കിട്ടാനായിട്ട്. പ്രണയത്തിനുമുണ്ട് കാത്തിരിപ്പ്. ഒരു പ്രണയ ലേഖനം എഴുതി കൊടുത്താൽ അതിന്റെ മറുപടി അനുകൂലമായ സാഹചര്യത്തിലല്ലേ വന്നു. കാത്തിരിപ്പുണ്ട്. ഈ കാത്തിരിപ്പ് ഒരു സൂത്തനിങ് ടൈമാണ്, ഒരു കുഷനിങ് ടൈമാണ്. എന്ന് പറഞ്ഞാൽ ആ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ പലതും കടന്നു പോകും. എന്തൊക്കെയാണ് കടന്നു പോകുന്നത്? ഓ, ഈ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലായിരിക്കും, ഇതുവരെയായിട്ടും അറിയിപ്പൊന്നും ഉണ്ടായില്ലല്ലോ, വരില്ലായിരിക്കും, കിട്ടില്ലായിരിക്കും എന്നൊക്കെ ആഗ്രഹിച്ചും ആശങ്കപ്പെട്ടും ഇരിക്കുന്ന ആ സമയത്തിനിടയിൽ നമുക്ക് ആ സത്യവുമായി സമരസപ്പെടാൻ, അതൊരു ദീർഘ സമയത്ത് നമ്മൾ ഇങ്ങനെ രണ്ട് വശവും ആലോചിക്കുകയാണ്. അങ്ങനെ മനസ്സ് അതുമായി തുലനം ചെയ്ത് വന്നതിന് ശേഷം ഒരുപക്ഷെ ഇനി അത് കിട്ടിയില്ലെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല, വളരെ പെട്ടെന്നാണ് റിസൾട്ട്. ആ ഡിവൈസിൽ കുത്തുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിയും. ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് പോലെ സഫലമാകുന്ന ആധുനിക കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ആഗ്രഹം നടക്കാതെ വന്നാൽ, ആഗ്രഹത്തിന് വിഘാതമുണ്ടായാൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന ഒരു ദുരന്തമുണ്ട്. നമ്മൾ കാണുന്നതാണ് പത്രത്തിൽ പുതിയ മൊബൈലിന് ആവശ്യപ്പെട്ട് കൂട്ടി അന്ന് പരീക്ഷ പാസ്സായിരിക്കുകയാണ്, A+ ഒന്ന് പാസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് ആപ്പിളിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരാഴ്ചയിൽ സമയം ചോദിച്ചു മകളാത്മഹത്യ ചെയ്തു. ആ കുട്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. കാരണം സ്പീഡിന്റെ കാലം, വേഗതയുടെ കാലം. ഈ കാലത്ത് ഇതെല്ലാം വളരെ വേഗം സ്വായത്തമാക്കേണ്ട ഒരു ആവശ്യം. അതല്ലാതെ വന്നാൽ അതിനെ മറികടക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മനസ്സ് ദുർബലമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ പറയുന്ന ശ്രദ്ധിക്കുക. മാത്രമല്ല, പല കുടുംബങ്ങളിലുമുള്ള പ്രശ്നം എന്ന് പറയുന്നത് പരാധീനതകളൊന്നും കുട്ടികളെ അറിയിക്കുന്നില്ല, മക്കളെ അറിയിക്കുന്നില്ല. കാരണം ഇയാളുടെ മനസ്സിലൊരു ഫിലോസഫിയുണ്ട്. ഞാൻ 10 കിലോമീറ്റർ നടന്ന് മോളും കുട്ടിയോടുമൊക്കെ ചെറുപ്പവുമില്ല, അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോയത്. അതുകൊണ്ട് എന്റെ മക്കൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ കയറി പോകണം, ബസ്സിൽ കയറി പോകണം, സ്കൂൾ ബസ്സിൽ പോകണം. നമ്മൾ അനുഭവിച്ചതൊന്നും നമ്മുടെ മക്കൾ അനുഭവിക്കരുത്. നമുക്ക് ലഭിക്കാതെ പോയതെല്ലാം അവർക്ക് ലഭിക്കണം. നല്ല ആഗ്രഹമാണ്, നല്ല ചിന്തയാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് മക്കൾ ആവശ്യപ്പെടുന്ന എന്തും ഇദ്ദേഹം ഉടൻ സാധ്യത പ്രായമാക്കി കൊടുക്കുകയാണ്, സാധ്യമാക്കുകയാണ്. അതിന്റെ പിന്നിൽ അയാൾ എടുക്കുന്ന ഒരു വലിയ ചുമടുണ്ട്, അയാൾ ശ്രമിക്കുന്ന ഒരു യാതനയുണ്ട്. അയാൾ പലരുടെ നേർക്കും കൈവെക്കുന്നുണ്ട്, പലരോടും അദ്ദേഹം കടം മേടിക്കുന്നുണ്ട്, പലരുടെ മുമ്പിലും തല കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും വീട്ടിൽ ആരുമേ അറിയുന്നില്ല. വീട്ടിൽ അറിയാതെ വരുമ്പോൾ അവരിതൊന്നും അറിയുന്നില്ലല്ലോ, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് കോടീശ്വരന്മാരുടെ, വലിയ സാമ്പത്തിക ഉന്നതിയിലുള്ളവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ്. അപ്പൊ അവർ വാങ്ങിയ പുതിയ ഫോൺ, അവരുപയോഗിക്കുന്ന കാറും, അങ്ങനെയുള്ള സമ്പത്തിന്റെ ചിഹ്നങ്ങളും
ഇവർ സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും മക്കൾ അറിയാതെ സാധിച്ചു കൊടുക്കുന്ന അച്ഛന്റെ നിസ്സഹായമായ അവസ്ഥയാണ് ഇന്ന് ആത്മഹത്യയിലേക്ക് പല കുടുംബത്തിലെ നായകന്മാർ നാഥന്മാർ ആത്മഹത്യയിൽ നടത്തിയിരുന്നു. അതിനെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ വിഷമതകൾ കുട്ടികൾ അറിയണം, കുടുംബം അറിയണം, ഇവരെല്ലാം അറിയണം. അവരതിൽ ഭാഗമാവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. അവർ പറയേണ്ടതേ വീട്ടിൽ പറയും, ആവശ്യപ്പെടേണ്ടതേ ആവശ്യപ്പെട്ടു. അത് അവരിൽ മറ്റൊരു ചോദനയായി വളരും. എനിക്ക് പുതിയ ഡ്രസ് മേടിച്ചു തന്നിട്ട്, എനിക്ക് ഈ പുതിയ ഫോൺ മേടിച്ചു തന്നിട്ട് അച്ഛനൊരു ഡപ്പാക്കുത്ത് ഫോൺ വേണ്ടിട്ടാണ് നടക്കുന്നത്. അച്ഛന് വന്ന വസ്ത്രങ്ങൾ കണ്ടില്ലേ? ആ കുട്ടിയുടെ മനസ്സിൽ അറിയാതെ ഒരു വികാരം രൂപപ്പെടുകയാണ്. പെട്ടെന്ന് ജോലി മേടിക്കണം, ജോലി കിട്ടുന്ന ഒരു കോഴ്സിനെ ചെയ്യണം. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ അച്ഛന് ചിലതെല്ലാം വാങ്ങിക്കൊടുക്കണം. ആ ഒരു ഡ്രൈവ്, ഇന്റേണൽ ഡ്രൈവ്, അത് രൂപപ്പെടണമെങ്കിൽ മക്കൾ നിരന്തരമായി ഈ കഷ്ടപ്പാടുകൾ, അച്ഛന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ മക്കളുമായി ബന്ധമില്ലാതെ, കുടുംബവുമായി യാതൊരു ഇതുപോലെയുള്ള സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനാകാതെ, എന്നാൽ കുടുംബത്തെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്ന ഒരുപാട് പേര്, അവർ അതിന്റെ പിന്നാലെ അങ്ങനെ പോകുമ്പോൾ കുടുംബം എങ്ങോട്ടൊക്കെ പോകുന്നുവെന്ന് അവർ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കുടുംബത്തിന്റെ അലിഖിതമായ ഈ ഒത്തുചേരലും ഈ ഇണക്കവും അതിനോടൊപ്പമുള്ള പിണക്കവും ഇല്ലാതെ പോകുമ്പോൾ എല്ലാ ആവശ്യങ്ങളും മാത്രം സത്യമാക്കി കൊടുത്തുകൊണ്ട് സമ്പത്തിന് വേണ്ടി, കൂടുതൽ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ നെട്ടോട്ടത്തിൽ ഏർപ്പെടുമ്പോൾ കുടുംബത്തിനകത്തുള്ള സ്പന്ദനങ്ങൾ അറിയാതെ, അതിനകത്ത് സംഭവിക്കുന്ന കൊച്ചു കൊച്ചു പിള്ളലുകളും അതിനകത്ത് തോന്നുന്ന കുമളുകളും അറിയാതെ, ഈ മക്കൾ സംസാരിക്കാതെയാകുമ്പോഴും അവർ മൊബൈലിൽ കൂടുതൽ വ്യാപൃതരാകുമ്പോഴും അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും കൊച്ചു കൊച്ചു കുസൃതികളും കൊച്ചു കൊച്ചു വിശേഷങ്ങളും വീട്ടിൽ പങ്കുവെക്കാതെ വരുമ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെ കുടുംബം സ്വർഗമാക്കിയിട്ടുണ്ട്, ജീവിതം സ്വർഗമാക്കാൻ കഴിയും. ജീവിതത്തിൽ നമ്മൾ ഈ ആർജിക്കുന്ന ഈ ധനമെല്ലാം നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ, അലോസരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ ഇതിനെന്താ അർത്ഥമാണ്? ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്ന ചെങ്ങമ്പുഴയുടെ ഒരു ജീവിത നിർവചനമുണ്ട്. എപ്പോഴും എത്ര ഉദ്ധരിച്ചാലും എനിക്കതിനോടുള്ള ആ ഇഷ്ടം കുറയുന്നില്ല. എന്താണ് ജീവിതം? നമ്മൾ ഈ ജീവിതത്തിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനോ, എന്തൊക്കെയോ നമുക്ക് നേടാനുണ്ടെന്നോ, എന്തൊക്കെയോ ആയിത്തീരാനുണ്ടെന്നോ, ആരോടൊക്കെയോ പകവീട്ടാനുണ്ടെന്നോ ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ജീവിതം? എന്താണ് ജീവിതം? അവ്യക്തമായ ഒരു സുന്ദരമായ വളകിലുക്കം. ഒരു വളകിലുക്കമാണ് ജീവിതം. വ്യക്തതയുള്ള വളകിലുക്കമല്ല, അവ്യക്തമായ വളകിലുക്കം. നമ്മളീ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുടുംബമായിട്ട് ടൂർ പോകണം, നിർബന്ധമായിട്ട് പോകണം. അതിനുള്ള സമയം കണ്ടെത്തണം, അതിനുള്ള സീസൺ കണ്ടെത്തണം. ബിസിനസ്സിൽ നിന്നും അല്പം അകന്നു നിൽക്കാൻ പറ്റുന്ന 3-4 ദിവസങ്ങൾ മതി കുടുംബത്തെയും കൊണ്ട് ഒരു ഉല്ലാസയാത്ര. ആ ഉല്ലാസയാത്രയിൽ പകർന്നുയരുന്ന സ്നേഹത്തിന്റെ, കരുതലിന്റെ, ആഹ്ലാദത്തിന്റെ, അനുഭൂതിയുടെ ഒരു വലിയ ആർത്തിരമ്പൽ. ആ ആർത്തിരമ്പലാണ് അവ്യക്തമായ വളകിലുക്കം എന്ന് പറയുന്നത്. എന്താണ് ജീവിതം? അവ്യക്തമായ സുന്ദരമായ വളകിലുക്കം. സംഗീത തുല്യം എന്നാണ് പറയുന്നത്. സംഗീതത്തിന് വലിയൊരു പ്രാധാന്യം. നമ്മളെത്ര പ്രക്ഷുബ്ധമായ മനസ്സുകൾ വീട്ടിൽ വന്നാലും നേരത്തെ സംഗീതം കേൾക്കുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക്കലാണെന്നില്ല, പഴയ ഗാനങ്ങളായാലും മതി, പുതിയ ഗാനങ്ങളായാലും മതി. ഇപ്പോൾ ഒരു പുതിയ ഗായകൻ നവനീത് ന്യൂസിലുണ്ടായിരുന്നു. അയാൾ പഴയ പാട്ടുകൾ പാടുന്നു.
ഇപ്പോൾ ഒരുപാട് വേദികളിൽ നവനീത് പഴയ പാട്ടുകൾ, ഹൃദയസരസിലെ തുടങ്ങിയ പാട്ടുകൾ പാടുന്നു. ആളുകൾ അതിന്റെ ലയത്തിൽ ഇങ്ങനെ സ്വയം പ്രതിമറന്ന് പുതിയ പാട്ടുകൾ പാടുന്നു. അപ്പൊ നമുക്കിഷ്ടം പഴയതായാലും പുതിയതായാലും സിനിമാ ഗാനമായാലും നാടകഗാനമായാലും സംഗീതം നമ്മുടെ മനസ്സിനെ സന്തുലിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സംഗീതം ഇപ്പോൾ മ്യൂസിക് തെറാപ്പി വന്നിട്ടുണ്ട്. നമ്മുടെ ഓഫീസുകളിലെല്ലാം വളരെ മെലോഡിയസ് ആയ ട്യൂണുകൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഒരു പാട്ടിന്റെയുമില്ല. മനസ്സിന്റെ ടെൻഷൻ ലഘൂകരിക്കുന്ന തരത്തിലുള്ള ഒരു സംഗീത വീഴ്ചകൾ ഇങ്ങനെ നമ്മൾ അന്തരീക്ഷത്തിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ തടയും. അപ്പൊ ജീവിതം സംഗീത തുല്യമാണ്. അതുകൊണ്ടാണല്ലോ പഴയ പാട്ടിൽ സംഗീതമേ ജീവിതം എന്ന് പറയുന്നത്. ഒരു മധുര സംഗീതമേ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ വിധത്തിലുള്ള ഉല്ലാസയാത്രകളും സംഗീതസുന്ദരമായ നിമിഷങ്ങളും നമ്മൾ ചെലവഴിക്കണം. എന്തുകൊണ്ടെന്നാൽ കവി പറയുന്നു, ജീവിതം എന്താണ്? ജീവിതം അവ്യക്തമായ സുന്ദരമായ വളകിലുക്കം, സംഗീത തുല്യം, പക്ഷേ നൈമിഷികമാണ്. ആർക്കും നിശ്ചയമില്ല എവിടെ വരെ പോകുന്നത്, എവിടെ വരെ എത്തുന്നത്. ഞാനിപ്പോൾ ഒന്നിട്ടുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒട്ടും പ്ലാൻ ചെയ്യാതെ അൺപ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ നൈമിഷികോജ്വലമായ ജീവിതത്തിൽ പിന്നെയോ ശൂന്യം, പരമശൂന്യതയിലേക്ക് ചെന്നെത്തുന്ന അവസാനിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആകെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുവാനുള്ളത് നമ്മുടെ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അത് കുടുംബവുമൊത്താകുമ്പോൾ അതിന്റെ മാറ്റ് കൂടുകയാണ്. വ്യാപാരത്തിന്റെ മേഖലകൾ ക്ലേശഭരിതമാണെങ്കിലും, റിസ്ക് നിറഞ്ഞതാണെങ്കിലും, ടെൻഷൻ ഉള്ളതാണെങ്കിലും, ഞങ്ങൾ രണ്ടുപേരും കൂടി ബോട്ടിൽ വ്യാപാരികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. അത് ബോട്ട് നിറയെ എറണാകുളത്തെ മികച്ച ഇന്ത്യ വ്യാപാരികളാണ്, വ്യാപാരി വ്യവസായ. അപ്പോൾ അവിടെ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം അതിനൊരാൾ പറഞ്ഞു, ഞങ്ങൾ ജംഗ്ഷനിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നവരാണ്. കടകളെല്ലാം ജംഗ്ഷനിലായിരിക്കുമല്ലോ, അവർക്ക് ടെൻഷനുമായിരിക്കും. മറ്റുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് ടെൻഷൻ അടിക്കാനേ പറ്റും. നമ്മൾ ജംഗ്ഷനിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുക. ഈ ടെൻഷനെല്ലാം മാറുന്നത് കുടുംബത്തിൽ എത്തുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരം, വലിയ ടെൻഷനിൽ കഴിഞ്ഞ ദിവസം ഒരാൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാ ടെൻഷനും മാറി. അയാൾക്ക് കടം കൊടുക്കാനുള്ള കാര്യമെല്ലാം മറന്നു. കാരണം മോൾക്ക് ഫുൾ A+. ഞാൻ റിസൾട്ട് വന്നിരുന്നു. അതൊരു സന്തോഷമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്, എന്താണോ നമ്മൾ സ്വപ്നം കാണുന്നത്, ആ സ്വപ്നത്തിലേക്കുള്ള ചുവടുകൾ നമ്മൾ അടുത്തടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. ഒരു തരത്തിലും നമ്മൾ ഒരു അപകർഷതാ ബോധം വെച്ച് പുലർത്തരുത്. മറ്റൊരാളുമായി കമ്പയർ ചെയ്യരുത്. പലപ്പോഴും നമ്മുടെ ദുഃഖം കമ്പയർ ചെയ്യുമ്പോഴാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ, നമ്മുടെ ഈ മധ്യദേശ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കൊട്ടാര സദൃശമായ വീടുകളുണ്ട്. ഒരു അമേരിക്കയിലാണ്, പലരും അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണ്. വർഷങ്ങളായി പോയിട്ട് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത് നാട്ടിൽ കുറച്ചധികം സ്ഥലം മേടിച്ച് അതിന്റെ നടുക്കൊരു കൊട്ടാരം പണിയുക. ആ കൊട്ടാരം വർഷങ്ങളെടുത്ത് പണിയുക. അതിലെ ഓരോ ഐറ്റവും ഇവിടെ ഉള്ളതല്ല, നമ്മുടെ നാട്ടിലുള്ളതല്ല, കൊണ്ടുവന്നാണ് കപ്പലിലൊക്കെ എത്തിച്ചത്. അതെല്ലാം വെച്ച് ഇങ്ങനെ പണിഞ്ഞ് മനോഹരമാക്കി. കാരണം അവിടെ നല്ല കമ്പനിയിലോ നല്ല സ്ഥാനത്തോ ജോലി ചെയ്യുന്നു സ്റ്റേറ്റ്സിൽ. അപ്പൊ ആ വീട്ടിൽ മനോഹരമായിട്ട് പണിഞ്ഞു. അതിന്റെ ഹൗസ് വാമിങ്, പലചല്ലോ ഹൗസ് വാമിങ് ചെയ്തു. ഉടനെ അദ്ദേഹത്തിൽ വീട് വന്നു പോയി. ഒരാഴ്ച താമസിച്ചു. പിന്നെ ഉടനെ വരാന്ന് പറഞ്ഞാൽ ഈ വീട് വെച്ചല്ലേ, ഉടനെ വരാന്ന് പറഞ്ഞ് പോയതാണ്, പറ്റിയില്ല. പക്ഷേ ഇത് നോക്കാനും അതിന്റെ കാര്യങ്ങളെല്ലാം പരിപാലിക്കാനും കെയർടേക്കർ വെച്ചിട്ടുണ്ട്. കെയർടേക്കർ എന്ന് പറഞ്ഞാൽ വരാന്തി കിടന്നുറങ്ങുന്ന കെയർടേക്കറല്ല. ചില വീടുകളൊക്കെ സെക്യൂരിറ്റി വെച്ചിട്ടില്ലേ, സെക്യൂരിറ്റിക്കാരൻ പേപ്പറൊക്കെ വായിച്ച് വരാന്തിയിരിക്കും, അങ്ങോട്ട് ബന്ധാണ്. ഇല്ല,
ഈ കെയർടേക്കർക്ക് താമസിക്കാൻ സൗകര്യം താമസിക്കാൻ വേറൊരു കൊച്ചു കൊട്ടാരം തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. അത് കെയർടേക്കർ അവിടെ ശരിക്കും അയാളാണ് ആസ്വദിക്കുന്നത്. അയാൾ ആള് വെച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഗാർഡനൊക്കെ കീപ്പ് ചെയ്ത് പോവുകയാണ്. അതിനുള്ള സൗകര്യം ഉണ്ടെന്നേ പുള്ളിക്കാരൻ വീട് വെച്ച് 3 വർഷം കൊണ്ട് 3 ആഴ്ചയോ 4 ആഴ്ചയോ താമസിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കും പെർമനന്റ് റെസിഡൻസി ഒക്കെ കിട്ടി. ഇപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത് വീടിങ്ങനെ നിലനിർത്തുന്നത്, വരാൻ പറ്റുന്നില്ല. ഇതിന് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വർഷത്തിലൊരിക്കലും വരുന്നത്. എന്തിനു നിലനിർത്തണം? ഈ കെയർ ടേക്കറും ആള് ശരിയല്ല, അയാൾ ശരിക്കും കെയർ ചെയ്യുന്നില്ല. വന്നപ്പോ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളിലൊക്കെ പൂക്കലൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പുനർചിന്തയാണ്, വിറ്റാലോ? എത്രയോ കോടി രൂപ കൊടുത്ത് അദ്ദേഹം മോഹിച്ച് വെച്ച വീടാണ്, വീടല്ല കൊട്ടാരമാണ്. പക്ഷേ അയാൾ കൊടുക്കാൻ തയ്യാറാണ്. എന്താ കാര്യം? പർപ്പസ് സെർവ് ചെയ്തിരിക്കുന്നു. എന്താ പർപ്പസ് സെർവ് ചെയ്തിരിക്കുന്നു? എന്താ പർപ്പസ്? പർപ്പസ് അളിയത് ഇതുപോലെ ഒരു വീട് ഇതിന്റെ 4-1 ഇല്ലാത്തൊരു വീട് വെച്ചിരുന്നു. അപ്പോഴേ വിചാരിച്ചാണ് ഇതൊന്നും വെച്ച് കാണിക്കണം. നാട്ടുകാർ അത് കണ്ടു, എല്ലാവരും അറിഞ്ഞു. ഇനി അത് തുറന്നു പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള എത്രയോ വീടുകൾ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് 20 കോടിയാണെങ്കിൽ 4 കോടി മതി. അതിന് പരസ്യം തന്നെ എങ്ങനെയാണ്? ചുളുവിൽ നിങ്ങൾക്ക് ഒരു കൊട്ടാരം സ്വന്തമാക്കാം. ഇവിടെ ആളുകളൊക്കെ ഫുള്ള് കാണുന്നു, എടുക്കുന്നു. ഇയാളെയാകെ 25 ലക്ഷം ഉള്ളൂ. 4 കോടി വീണ്ടും അസ്വസ്ഥത. 4 കോടി ഉണ്ടായിരുന്നു. ഇനി ആ ഷെയർ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ 1.5 കോടി കിട്ടുമായിരുന്നു. ബാക്കിയുടെ എന്തിനാണിത്? എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് നിരന്തരമായി ചിന്തിക്കും, ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, ഇല്ലായ്മയിൽ നിന്ന്, പരിധികളിൽ നിന്ന് നമ്മൾ പരമാവധികളിലേക്ക് പോകണം. പരിമിതികളിൽ നിന്ന് പരമാവധികളിലേക്ക് പോകണം. പരിമിതികളിൽ നിന്ന് പരമാവധികളിലേക്ക് പോയ ഒരാളെ കുറിച്ച് സോമർസെറ്റ് മോം അതിമനോഹരമായ കഥ എഴുതിയിട്ടുണ്ട്. ഒരു കപ്പിയാരെ കുറിച്ച്. കഥയുടെ പേര് ദ വോർജർ എന്നാണ്. സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ, നെവിൽ സ്ക്വയറിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം വളരെ പ്രസിദ്ധമായ, പൗരാണികമായ, ഐതിഹാസികമായ ദേവാലയം. അവിടുത്തെ കപ്പിയാർ മിടുക്കനാണ്, കൃത്യനിഷ്ഠയുള്ള ആളാണ്. ആൽബർട്ട് എഡ്വേർഡ് ഫോർമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പുള്ളിക്കാരൻ കൃത്യമായിട്ട് വരും, പള്ളിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. എല്ലാ ശവഘോഷയാത്രയും ചരമപ്രസംഗത്തിലും എല്ലാം അദ്ദേഹത്തിന്റെ റോളുണ്ട്, അദ്ദേഹത്തിന്റെ ഗൗണുണ്ട്. അതെല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം ആ പള്ളിയിൽ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ, ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട്. അങ്ങനെ ഈ ദേവാലയത്തിൽ പുതിയൊരു പ്രീസ്റ്റ് കടന്നു, പുതിയ രക്ഷ കടന്നു. ചെറുപ്പക്കാരനായ ഒരാൾ, റെഡ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരാൾ. റെഡ് ഫേസ്ഡ് എന്ന് പറഞ്ഞാൽ കോപം കൊണ്ട് തൊടുത്തിരിക്കുന്നത് പോലെ, ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ പോലെ തോന്നിക്കുന്ന മുഖമുള്ള ഒരാൾ കടന്നു വന്നു. അദ്ദേഹം അവിടെ ഒരുപാട് കറക്ഷൻസ് വരുത്തി. അദ്ദേഹം എല്ലാ ഫയലുകളും പരിശോധിച്ചു, കുറെ മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹം ആദ്യം അവിടുത്തെ ഈ കർട്ടൻസ് എല്ലാം മാറ്റി, അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് മാറ്റി, ലേഔട്ട് മാറ്റി, പലതും മാറ്റി വന്നപ്പോഴുണ്ട്. ഫയലുകൾ നോക്കി വന്നപ്പോഴുണ്ട് ഈ കപ്പ്യാരുടെ ഫയൽ കിട്ടി. കഴിഞ്ഞ 16 വർഷമായിട്ട് അയാളുണ്ട്. പക്ഷേ അയാളുടെ ബയോഡേറ്റ നോക്കുമ്പോൾ അയാൾക്ക് എഴുത്തും വായന അറിയില്ല. ഇലിറ്ററേറ്റാണ്, നിരക്ഷരൻ. നോക്കണം, സെന്റ് പീറ്റേഴ്സ് ദേവാലയം നെവിൽ സ്ക്വയറിലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന, ചരിത്ര പ്രാധാന്യമുള്ള സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ പ്രധാന ദൗത്യം വഹിക്കുന്ന ഈ കപ്പ്യാർ എഴുത്തും വായനയില്ലാത്തവരെന്ന് പറഞ്ഞാൽ ചരിത്രം മാപ്പ് കൊടുക്കും. ചരിത്രം ഇതുവല്ലോ അറിയുന്നുണ്ട്, പക്ഷേ കല്ല് ചോദിക്കുന്ന ചരിത്രം മാപ്പ് കൊടുക്കുമെന്നാണ്. അദ്ദേഹം പെട്ടെന്ന് ബിഷപ്പിനെയുമായിട്ട് അവരുടെ അടിയന്തര സമിതി വിളിച്ചു കൂട്ടി, ഈ കാര്യം അവതരിപ്പിച്ചു. അവര് പറഞ്ഞു, ഈ പുലിക്കാരനൊക്കെ കുറെ കാലമായിട്ടുണ്ട്, പക്ഷെ നല്ല ആളാണ്, നമുക്കൊന്നും വേറെ അഭിപ്രായമില്ല. മുമ്പിരുന്ന അച്ഛൻ വളരെ പ്രിയപ്പെട്ട ആളുമായിരുന്നു. അത് പുതിയ അച്ഛൻ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമ്മള് പുതിയ സെക്രട്ടറി വരുമ്പോൾ സെക്രട്ടറിക്ക് പഴയ സെക്രട്ടറിയുടെ പെറ്റാണെന്ന് പറഞ്ഞാൽ അവനെ വളരെ ഹിറ്റ് ലിസ്റ്റിലാക്കുകയാണ്. അത് ശരി. പഴയ സെക്രട്ടറിയുടെ വിരോധിയാണെന്ന് പറഞ്ഞാൽ അയാള് വേണ്ടപ്പെട്ട ലിസ്റ്റിൽ വരികയാണ്.
അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്തായാലും പെട്ടെന്ന് ഒരു കമ്മിറ്റി കൂടി ഇയാൾ വിളിപ്പിച്ചു. എഡ്വേർഡ് ഫോർമാനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ആൽബർട്ട് എഡ്വേർഡ്, വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം നിങ്ങളെ കുറിച്ച് അറിയിക്കാൻ. നിങ്ങൾ വലിയൊരു ദ്രോഹമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ പള്ളിയുടെ ചരിത്രം അറിയാമോ? അയാൾ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണിത്. തങ്കലിപികളിൽ നാളെ എഴുതപ്പെടേണ്ട പള്ളിയാണിത്. നിങ്ങൾക്ക് എഴുത്തുമായിരിക്കില്ലേ? നിങ്ങളെപ്പോലെയുള്ള ഒരാൾ, നിരക്ഷരനായ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കുറ്റകരമായ ഒരു സംഭവമാണ്. നിങ്ങൾ നേരത്തെ സ്വയം അറിഞ്ഞ് പിന്മാറേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ വിധത്തിൽ ചെയ്തതായിരുന്നു. എന്ന് പറയും, എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെ പുള്ളിയിൽ നിന്നു. പുള്ളി പറഞ്ഞു, സത്യത്തിൽ ഈ ഞാൻ ചെയ്ത കുറ്റത്തിന്റെ ഭീകരത എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിയാണ്, ഇതുപോലൊരു പള്ളിയിൽ എന്നെപ്പോലെ ഒരാൾ പാടില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കേട്ടോ. എന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. അതല്ലല്ലോ, വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലല്ലോ. പുതിയ പള്ളിയിൽ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഈ പള്ളിക്ക് പുറത്തു പോകാൻ പോകില്ല. അപ്പോ മറ്റു രണ്ടുപേരും പറഞ്ഞു, അത്ര അടവല്ലായ ഒരു തീരുമാനം എടുക്കേണ്ട. അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഇവിടെയുള്ള ഉണ്ടായിരുന്നതാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു 3 മാസം സമയം തരാം. ഈ 3 മാസത്തിനുള്ളിൽ എഴുത്തും വായനയും പഠിച്ചിരിക്കണം. 3 മാസം മതിയല്ലോ അത്യാവശ്യം എഴുതാനും വായിക്കാൻ. അപ്പോ മറ്റയാൾ ചോദിച്ചു, അത്യാവശ്യം ഒരു കത്തെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അത് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അത് 12ാമത്തെ വയസ്സിലാണ് ഇവിടെ ജോയിൻ ചെയ്തു. ഇപ്പൊ 16 വർഷമായി സ്തുത്യർഹമായ സേവനമായി. ഞാൻ ഉപയോഗിച്ച ഗവൺമെന്റുകളെല്ലാം ഞാൻ ആദ്യം വന്നതിനെല്ലാം നമിച്ചിട്ടാണ്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? 3 മാസം സമയത്തിൽ 3 മാസം കഴിഞ്ഞ് നിങ്ങൾ എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണെങ്കിൽ മാത്രമേ ഈ പള്ളിയിൽ കണ്ടിന്യൂ ചെയ്യൂ. എഡ്വേർഡ് ഫോർമാൻ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എഴുത്തും വായനയും നടക്കുമെന്ന് തോന്നില്ല. ഇവിടുത്തെ ജോലിയെല്ലാം ഇതുവരെ കൃത്യമായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്തല്ലോ. നിങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു പോയി. ഞാൻ തയ്യാറാണ്. അപ്പോ പള്ളിയിൽ വെച്ചാൽ ഒന്നും കാണുന്നു. ഇല്ല, നിങ്ങൾ 3 മാസം വരെ സമയമുണ്ട്. ഇല്ല, ഇനി അതിന്റെ ഒരു കാര്യം നിങ്ങൾക്കൊരു എഴുത്തയക്കണ്ടേ? എന്റെ ഭാര്യയ്ക്ക് അതെല്ലാം അറിയാം, എഴുത്തും വായനയൊക്കെ അറിയാം, വിദ്യാഭ്യാസമുള്ളതാണ്, അതൊക്കെ ഞാൻ എഴുതിച്ചോളാം. അപ്പോ ഞാൻ പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു കുറ്റം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പഴയ അച്ഛൻ പറഞ്ഞില്ലല്ലോ. കഷ്ടമായി പോയി. അതേപോലെ അവരുടെ മുഖാമുഖം നോക്കി എന്ത് ചെയ്യാന്ന്. അപ്പോ ഒരു പുനർചിന്തയുമില്ല. നിങ്ങൾ പിരിയാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇപ്പൊ തന്നെ ഈ ഗവൺ അടിച്ചു വയ്ക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ ജോലിയോട് ടാറ്റ പറയുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാശ് എത്രയാണെന്നല്ലോ, 16 വർഷത്തെ ഉണ്ടല്ലോ, അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കൂടി ഒരാഴ്ചക്കകത്തൊന്ന് വാങ്ങിക്കൊടുക്കും. എന്നാലും നിങ്ങളുടെ തീരുമാനം അന്തിമമാണല്ലോ. അന്തിമമാണ്. അദ്ദേഹം വളരെ ഭവ്യതയോടെ സാധാരണ വരുമ്പോൾ വന്നിക്കുന്നത് പോലെ ആ രൂപങ്ങൾക്ക് മുന്നിലെല്ലാം വന്നിച്ച് ആ കോട്ട് അവസാനമായി ഊരി അവിടെ ഇട്ടു. എന്നിട്ട് പടവുകൾ ഇറങ്ങി വളരെ നേരത്തെ, സാധാരണ സന്ധ്യയ്ക്കൊക്കെയാണ് അദ്ദേഹം പോകുന്നത്, വളരെ നേരത്തെ അദ്ദേഹം ആ വെയിലിലേക്ക് ഇറങ്ങി. മനസ്സ് തപിക്കുന്നുണ്ട്, മനസ്സ് വല്ലാതെ ദുർബലമാകുന്നുണ്ട്. കാരണം ഇയാൾ സ്വപ്നം കണ്ടിരുന്നു, അയാളുടേതായ സ്വപ്നങ്ങൾ. എന്താണ് ആ സ്വപ്നങ്ങൾ? തന്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഈ പള്ളിയിലെ ഈ വലിയ ഹാളിൽ തനിക്ക് വേണ്ടി നടത്തുന്ന ചരമപ്രസംഗത്തിൽ എന്തെല്ലാമായിരിക്കും പറയുന്നത്? തന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച്, തന്റെ സമർപ്പണ മനസ്സിനെ കുറിച്ച്, തന്റെ സ്നേഹോദാരമായ ഇടപെടലുകളെ കുറിച്ച്. ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ എല്ലാം നഷ്ടമാവുകയാണ്. ഇറങ്ങി എന്നും വലത്തോട്ട് നടക്കുന്ന മനുഷ്യൻ അന്നാദ്യമായി ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക്, വലതുവശത്തേക്കുള്ള റോഡിൽ കുറച്ചു ദൂരം നടന്നുപോയാൽ വീട്ടിലെത്തും. വീട്ടിൽ ചെന്നാൽ ആദ്യം അയാൾക്ക് വേണ്ടത് എ കപ്പ് ഓഫ് ടീ,
ആവിപാകുന്ന ചായ. പക്ഷേ അന്ന് അയാൾക്ക് ചായ കുടിക്കാൻ സമയം ആയിട്ടില്ല. തന്നെയുമല്ല, ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. അയാൾ ഇടത്തേക്ക് തിരിഞ്ഞു, ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തിരമാലകൾ വീഴുമ്പോൾ അയാൾ വിചാരിച്ചു, എനിക്കൊരു ദുശീലവും ഇല്ലാതായിപ്പോയില്ല. ദുശീലമില്ല, അങ്ങനെ ചില സന്ധ്യകൾ വരും. എനിക്ക് ദുശീലം ഇല്ലാതായിപ്പോയില്ല. വല്ലപ്പോഴും ഒരു ഗ്ലാസ് ബിയർ കഴിക്കും. തീരെ അവശനാകുമ്പോ, ടയർഡാകുമ്പോ ഒരു സിഗാർ കഴിക്കും, സിഗരറ്റ് കഴിക്കും. അതൊക്കെ അപ്പോഴാണ്. ഇന്ന് അയാൾക്ക് ബിയർ കഴിച്ചാലോ വിസ്കി കഴിച്ചാലോ എന്ന് തോന്നി. പക്ഷെ നിയന്ത്രിച്ചു, പാടില്ല. എന്നാൽ സിഗരറ്റ് കഴിക്കാം. അല്ലെങ്കിൽ സിഗരറ്റ് അടുത്ത ആളുടെ കടയിൽ നിന്ന് സിഗരറ്റ് കഴിക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒന്നും സിഗരറ്റ് ഇല്ല. ഒരു സിഗരറ്റ് ഉടമ്പൊന്നുമില്ല. അയാൾക്ക് ദേഷ്യമായി. അയാൾ മറ്റാരാ മറന്നു, ഇല്ല അച്ഛൻ പറഞ്ഞതൊക്കെ മറന്നു, ജോലി പോയതും മറന്നു. ഇത് ഇവിടെയൊക്കെ സിഗരറ്റ് ഇട്ടാലില്ലേ? അതേ മുന്നോട്ട് നടന്നു. അവിടെ ഒന്നും സിഗരറ്റ് ഇല്ല. ഒത്തിരി നടന്നു, സിഗരറ്റ് ഇല്ല. ഇവിടെ എപ്പോഴോ വീട്ടിലെത്തി. എന്നിട്ട് ഭാര്യ ചോദിച്ചു, ഇന്ന് നേരത്തെ ആണല്ലോ, എന്ത് പറ്റി എഡ്വേർഡ്, എന്ത് പറ്റി? എന്റെ ചില പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയാം. അതേപോലെ രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്ത, ആ ലോങ് വേ, ആ വഴിയിലൊന്നും സിഗരറ്റ് കടയില്ല. അവിടെ ഒരു സിഗരറ്റ് കട തുടങ്ങിയത്. എന്നെപ്പോലെ തന്നെ ജോലി ചെയ്ത് പിരിഞ്ഞവരോ ഭാര്യയെ പിരിഞ്ഞവരോ ഒക്കെ ഇതിനെ നടന്നു പോകുമല്ലോ, സിഗരറ്റ് കഴിക്കണമെന്ന് തോന്നുമല്ലോ. അന്നേരം സിഗരറ്റ് കടയില്ലാതെ അയാൾ വീണ്ടും അടുത്ത ദിവസം അതിലേ നടന്നു. ഏതെങ്കിലും കടകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഒരു കട കണ്ടെത്തി. ആ കടയുടെ ഉടമയെ കണ്ടെത്തി. ആ കട വാടകയ്ക്ക് എടുക്കുമോ എന്ന് ചോദിച്ചു. കരാറായി. ഇതിനിടയ്ക്ക് അയാൾ ഇവിടെ വന്നതായിട്ട് കിട്ടേണ്ട കാശെല്ലാം വാങ്ങിച്ചു. ആ കട സ്വന്തമാക്കി ടൊബാക്കോയുടെ ഒരു ഷോപ്പ് ആരംഭിക്കുകയാണ്. അന്ന് അദ്ദേഹം ജൂലിയറ്റിനോട്, അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ജൂലിയറ്റ് അറിഞ്ഞിട്ടില്ല പണിയൊക്കെ പോയ കാര്യം. ജൂലിയറ്റിനോട്, ജൂലിയറ്റ് ഇന്ന് 11 മണിക്ക് നമ്മുടെ കട ഉദ്ഘാടനമാണ്, അവിടെ നല്ല ബോധം പോയി. അങ്ങനെ ഇന്ന് 11 മണിക്ക് എന്റെ കട ഉദ്ഘാടനം ചെയ്യണം. പള്ളി വീണ്ടും ബോധം പോയി. എന്താ മനുഷ്യൻ പറഞ്ഞു? പള്ളിയിലെ ജോലി പോയി, എനിക്ക് എഴുത്തുമാരിയാണെന്ന് പറഞ്ഞപ്പോ വന്ന അച്ഛൻ, നല്ലവനായ അച്ഛൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ഒരു കട തുറന്നു. നിങ്ങളോ? ഈ ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് പറഞ്ഞിട്ടുള്ളതല്ല, പറഞ്ഞിട്ടില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥരെങ്കിലും ബിസിനസ് നടത്തി ജീവിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാലേ ക്ഷീണമാണ്. ചെന്നാൽ ആദ്യം ചെയ്യുന്നത് ഫാൻ ഇട്ടിട്ട് ഷർട്ട് ഇരിക്കുകയാണ്. മൊത്തം ക്ഷീണമാണ്. ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 5 മക്കളുണ്ടെന്നിരിക്കട്ടെ, ഒരാൾ ബിസിനസ്സുകാരനാണ്, ഒരാൾ പൊളിറ്റീഷ്യനാണ്, ഒരാൾ ഗൾഫിലാണ്, ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു കസേര തണലത്തൊട്ട് നീക്കിയിട്ട് അങ്ങനെ ഇരിക്കും. എന്നാ എപ്പോഴായാലും സംഭവം ഒന്നും പറയേണ്ടതേ, ഞാൻ വന്നപ്പോൾ താമസിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഗൾഫിൽ നിന്നാണ് വന്നതിന് ശേഷം വന്നത്. ക്ഷീണമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ് ചെയ്താൽ ലഗാജി പാടില്ല. ബിസിനസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, എൻതൂസിയാസ്റ്റിക് ആയിരിക്കണം. അതുകൊണ്ട് ഭാര്യ ചോദിച്ചു. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ കട തുടങ്ങാൻ പോകുന്നു. അവരെഴുന്നേറ്റ് ബോധം വെച്ചിട്ട് വീണ്ടും എഴുതി, എന്ത് ചെയ്യാൻ നിൽക്കും? എന്ത് കട? സിഗരറ്റ് കട. വീണ്ടും ബോധം. സിഗരറ്റ് കട കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റും. ഞാൻ കഥ ചിരിക്കുകയാണ്. ആ കട വിജയിച്ചു. ഇതുപോലെ കടകളില്ലാത്ത തെരുവുകളിലൂടെ അദ്ദേഹം സർവേ നടത്തി. അവിടെയെല്ലാം കടകൾ കണ്ടെത്തി, പുതിയ കടകൾ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ 2-3 വർഷങ്ങൾക്കുള്ളിൽ ഡസൻ കണക്കിന് അദ്ദേഹത്തിന്റെ പേരിലുള്ള എഡ്വേർഡ് ടൊബാക്കോ ഷോപ്പുകൾ തുറക്കപ്പെട്ടു. വലിയ കാശായി. ബാങ്കിൽ 30,000 പൗണ്ട്സ് നിക്ഷേപിച്ചിരിക്കുന്നു. ചുമ്മാ കിട്ടുന്നതനുസരിച്ച് കൊണ്ട് നിക്ഷേപിച്ചു. കണക്കും വഴക്കമൊന്നുമില്ല. ഏതാണ്ട് 30,000 വരുമെന്നറിയാം. പുതിയ മാനേജർ ഇതേപോലെ പള്ളിയിൽ വന്ന പുതിയ അച്ഛനെ പോലെ പുതിയ മാനേജർ വന്നു. ഈ പുതിയ മാനേജർ വന്നിട്ട് അദ്ദേഹം നോക്കുമ്പോൾ തെക്ക് വടക്കര 30,000 പൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു. ചെറിയ പലിശ, സിമ്പിൾ ഇൻവെസ്റ്റ്മെന്റ്. എന്തെല്ലാം നിക്ഷേപങ്ങൾ ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന പുതിയ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ അതിനൊന്നും ഇടാതെ ഇയാൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു.
അദ്ദേഹം ക്ലാർക്കിനെ വിളിച്ചു, ആരാണ്? ഇദ്ദേഹം വലിയൊരു കൊടീശ്വരനാണ്, അദ്ദേഹത്തിനെ നമുക്കൊന്ന് പോയി കാണണമല്ലോ. അദ്ദേഹത്തിന്റെ നമ്പർ കരസ്ഥമാക്കി വിളിച്ചു. അങ്ങേ കാണാൻ വേണ്ടി 2:30 മണിക്ക് അങ്ങോട്ട് വരികയാണ്, പുതിയ ബാങ്കിന്റെ മാനേജറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് ആ സമയത്ത് അത് വഴി പോകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം, എന്നെ കാണാൻ വരണ്ട. അദ്ദേഹം വന്നു. മാനേജർ എഴുന്നേറ്റാണ് സ്വീകരിച്ചത്. വലിയ തുകയാണ് അന്നത്തെ കാലത്ത്, 30,000 പൗണ്ട്സ് ഇരിക്കാൻ തുടങ്ങി. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും കാശ് നിക്ഷേപിച്ചിട്ട് അന്ന് ഇതിന്റെ കണക്ക് നോക്കാൻ വരുന്നില്ല, കൃത്യമായി പലിശ എടുക്കുന്നില്ല, മാത്രമല്ല എന്തെല്ലാം പ്രോജക്റ്റുകളുണ്ട് എല്ലാം വിവരിച്ചു. ഇതേ വെറുതെ നിസ്സംഗനായി കേട്ടിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, ഞാൻ ചെയ്യാം, എല്ലാം ചെയ്യാം, ഒന്ന് ഒപ്പിട്ട് തന്നാമില്ല. അതെല്ലാം റെഡിയാക്കി ഒപ്പിടാനായിട്ട് പേപ്പർ കൊടുക്കുമ്പോൾ പുള്ളി ചോദിച്ചു, മുക്കുന്നില്ലേ, സ്പോഞ്ചില്ലേ? സ്പോഞ്ച് പേന കൊടുത്തു. അദ്ദേഹത്തിന്റെ പാപ്പർ പേന പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് പുള്ളി അത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പേന എന്റെ കയ്യിലുണ്ട്, ഉപയോഗിക്കാറില്ലെങ്കിൽ. അപ്പൊ സ്പോഞ്ചില്ലേ? സ്പോഞ്ച് വെള്ളടയാളമാണ്. അപ്പൊ എനിക്ക് എഴുത്തുമായി നൽകിയില്ലേ? ഇല്ല. ഇത്രയും കാശുണ്ടാക്കി ഇത്രയും വലിയ ബിസിനസിന്റെ ഒരു വലിയ ശൃംഖല സൃഷ്ടിച്ച അങ്ങേക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എഴുത്തുമായി അറിയില്ലേ? ഇല്ലത്തെ, നിങ്ങൾ സ്പോഞ്ച് തരും, എനിക്ക് വേറെ ഇഷ്ടമുണ്ട്. സ്പോഞ്ച് കൊണ്ട് കൊടുത്തു. സ്പോഞ്ച് നന്നായി അമർത്തി, നല്ല ശീലമാണ്, നന്നായി അമർത്തി വെള്ളടയാൾ ഓടുമ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും കൂടി അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ആരാകുമായിരുന്നു? ഞാൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റോട് പറഞ്ഞു, എങ്കിൽ കപ്പ്യാരാകുമായിരുന്നു. ഈ കഥ നൽകുന്ന ഒരു ആത്മവിശ്വാസമില്ലേ? ഈ കഥ വെറുതെ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം പ്രതികൂലമല്ലേ? നമുക്ക് എഴുത്തുമായി പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഈ ലോകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. പക്ഷെ അപ്പോഴും ബന്ധമുണ്ട്. അതിനെല്ലാം അപ്പുറത്താണ് മനുഷ്യന്റെ ഇച്ഛാശക്തി, ദ വിൽ പവർ എന്നുള്ളതാണ് ഈ കഥ തെളിയിക്കുന്നത്. ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതൊക്കെ എഴുതി വയ്ക്കാൻ കൊള്ളാം, എഴുത്തും വായന ഉണ്ടായിട്ട് നമ്മൾ എന്നും എത്തുന്നില്ല. പിന്നെ ഇങ്ങനെ നടന്നാലെങ്കിലും ഇരിക്കും, പിന്നെ എഴുത്തും വായന ഇല്ലാത്തത് നമുക്ക് പറയാനൊരു കഥയായി എന്നും വിചാരിച്ചാണ്. ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്തിനും പാഠശാലയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയ വ്യവസായ പ്രമുഖരുണ്ടായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഇത് വായിക്കുമെന്ന് പറയുന്നു, എഴുതില്ല, വായിക്കും, ബോർഡൊക്കെ വായിക്കും. ആ പുള്ളി വലിയ പ്രമുഖനായി. ആ പുള്ളിക്ക് അദ്ദേഹത്തിന് പല ക്ലബുകളൊക്കെ മെമ്പർഷിപ്പായി, ഉന്നത ബന്ധമായി, പ്രമുഖനായി, സുമുഖനായി ഒക്കെ വന്നപ്പോ മാസ്കിറ്റ് ഹോട്ടലിൽ നിന്ന് തിരുവനന്തപുരത്തെ പറയുന്ന മാസ്കിറ്റ് ഹോട്ടലിൽ ഒരു ഡിന്നറിന് ആരോ ക്ഷണിച്ചു. അവിടെ ഡിന്നർ നടക്കുന്നു. ഇത് പ്രതിനിധാനം ചെയ്യുന്ന ക്ലബ് ഡിന്നർ ക്ഷണിച്ചു. ഡിന്നർ എന്ന് പറയുമ്പോൾ അതിന് ചില മര്യാദകളും ചില ക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇദ്ദേഹത്തിനാണെന്ന് അറിഞ്ഞൂടാ. അപ്പോ പുള്ളി എന്ത് ചെയ്യുന്നറിയോ? പുള്ളി തലേ ദിവസം ഈ പറഞ്ഞ മാസ്കിറ്റ് ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ ബെഞ്ച് കാറിൽ നിന്നിറങ്ങി തുരുതുരാ സല്യൂട്ടായിരുന്നു. സല്യൂട്ടെല്ലാം സ്വീകരിച്ചിട്ട് പറഞ്ഞു, ആരെ കാണും സാർ? മിനിസ്റ്റർ ഒന്ന് കാണണം. ഇവിടുത്തെ ഈ സപ്ലയർ ഉണ്ടോ? സപ്ലയർ ആ വാക്കാണ് നിശ്ചയം. സപ്ലയർ ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കുന്നു. ഉണ്ട്. ആരെ വിളിക്കണം? മിസ്റ്റർ ഗോപാലൻ വിളിക്കണം, മിസ്റ്റർ രവീന്ദ്രനെ വിളിക്കണം. ആദ്യം പറഞ്ഞ് ആരംഭിക്കും. സപ്ലയർ വന്നു, അയാളുമായിട്ട് മാറിയിരുന്നു. അയാളുടെ കയ്യിൽ അന്നത്തെ 100 രൂപയായിരിക്കും അന്നത്തെ വലിയ നോട്ട്, ഏറ്റവും വലിയ നോട്ടൊക്കെ കൊടുത്തു. ഉച്ചളാമത് സപ്ലയർക്ക് ബോധം പോയി, നേരത്തെ ജൂലിയറ്റിന് പോയി. കാരണം അയാൾക്ക് 40 പൈസയൊക്കെ 50 പൈസയൊക്കെ ടിപ്പ് കിട്ടുന്ന ആളാണ്. പിന്നെ എനിക്ക് നാളെ ഇവിടെ ഒരു പാർട്ടിയുണ്ട്. അയ്യോ, അത് എന്റെ അടുത്തല്ല, ജനം പറയും. അതല്ല, ഞാൻ വരും. അപ്പൊ നാളെ ഇവിടെ എങ്ങനെ പെരുമാറണം, ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം പറഞ്ഞു. അപ്പൊ ഈ കത്തിയും മുള്ളൊക്കെ ഉപയോഗിച്ചുള്ള ഭക്ഷണ രീതി അതുകൊണ്ട് അറിയാം. പിന്നെ ഗോപാലിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. ഇത്രയും പൈസക്ക് കൊടുത്തിരിക്കുകയല്ലേ. പുള്ളി പറഞ്ഞു, ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. പുള്ളി പറഞ്ഞു, സാർ ഈ കത്തി എന്ന് പറഞ്ഞാലേ കത്തി വലത് കൈ പിടിക്കണം, ഇത് അടുത്ത് കൈ പിടിക്കണം.
പുള്ളി തിരിഞ്ഞു പോകും. ഗോപാൽ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഒരാളെ കത്തി എടുത്ത് കുത്തുന്നു വിചാരിക്കുക, ഏത് കൈ പിടിക്കും? പലതും പിടിക്കും. അത് മാത്രം വിചാരിച്ചാൽ സാർ ഇങ്ങനെ പഠിപ്പിച്ച് പിറ്റേന്ന് അദ്ദേഹം ആദ്യമേ തന്നെ സൂപ്പ് എടുത്തു, അത് മിക്സ് ചെയ്തു, മാറി നിന്ന് സൂപ്പ് കഴിക്കുന്നു. അദ്ദേഹം വെൽ ബിഹേവ്ഡ് ഇൻ ദാറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തിന്റെ പ്രായോഗിക ബുദ്ധി. ഒരുപാട് പാർട്ടികളിൽ വർഷങ്ങളായിട്ട് പോകുന്നവന്മാർ വരെ ഇടം തിരിഞ്ഞാണ് പെരുമാറുന്നത്. പക്ഷെ ഇദ്ദേഹം കൃത്യമായി ചെയ്തു. അതാണ് നമ്മുടെ എല്ലാ പരിമിതികൾക്കും അപ്പുറത്ത് പ്രായോഗിക ബുദ്ധിയുണ്ടെങ്കിൽ, നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, ലക്ഷ്യബോധമുണ്ടെങ്കിൽ, സ്ഥിരോത്സാഹമുണ്ടെങ്കിൽ നമുക്ക് എത്താൻ കഴിയും. തീർച്ചയായിട്ടും എത്താൻ കഴിയും. മറ്റൊരിക്കൽ ഇദ്ദേഹം പുറകെ വളർന്നപ്പോ പിന്നെ സ്വന്തമായിട്ട് അഡ്വക്കേറ്റ് ഒക്കെ വേണമെന്നായി. അങ്ങനെയാണല്ലോ നമ്മള് ജീവിതത്തിലെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ, സാമ്പത്തിക സൗകര്യം കൂടുമ്പോൾ സ്വന്തമായിട്ട് അഡ്വക്കേറ്റ് മാത്രമല്ല, സ്വന്തമായിട്ട് ഡോക്ടർ വേണം. നമ്മുടെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ ഒരിക്കൽ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് പുസ്തകം സ്വീകരിക്കാൻ താമസിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ എല്ലാവരും വെളിയിൽ കൂട്ടം കൂടി ഇരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി, കൊടി വലുണ്ട്, ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു, കൊടിയൊന്നുമില്ല. അപ്പൊ ആരോടെങ്കിൽ ഡോക്ടർ പരിശോധിച്ചു. ഒന്നുമില്ല. അദ്ദേഹം 2 നേരം ഡോക്ടറെ വെച്ചു. ഒരു ശീലമാണ് അദ്ദേഹത്തിന്റെ കുട്ടിയിൽ. പരിശോധിച്ചിട്ട് പോയി പുറത്തോട്ട് എടുത്തു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. അപ്പോ അതാണ് സ്വന്തമായിട്ട് 2 നേരം ഡോക്ടറെ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ വർഷത്തേക്ക് പോലും പോകുന്നില്ല, പറഞ്ഞാലും പോകുന്നില്ല, പോകേണ്ടി വന്നാൽ തീരെ പോകുന്നില്ല. അപ്പോ സ്വന്തമായി ഡോക്ടർ വേണ്ടി വരും, സ്വന്തമായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണ്ടി വരും, ഓഡിറ്റർ വേണ്ടി വരും, അല്ലെ? ഇതൊക്കെ വേണ്ടി വരും. ഇദ്ദേഹത്തിന് ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ സ്ഥിരമായി വേണം. ചില അപേക്ഷകൾ എഴുതാൻ, ചില ഹർജികൾ കൊടുക്കാൻ, അങ്ങനെ. അപ്പോ പുള്ളിക്ക് പക്ഷേ അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴും കുഴപ്പത്തിലാകുന്ന ആരാണ്? നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, ചുറ്റും നിൽക്കുന്നവരാണ് നമ്മൾ കുഴപ്പത്തിലാക്കുന്നത്. അവരത് വിശ്വസിച്ച് പറയുന്നു. രാഷ്ട്രീയക്കാരെ കുഴപ്പത്തിലാക്കുന്നത് ചുറ്റും നിൽക്കുന്നവരാണ്. അതുകൊണ്ട് സാറ് ഒരു കുറഞ്ഞത് 5 ലക്ഷം വോട്ടിനെങ്കിലും സാറ് ജയിക്കും. ആകെ 4 ലക്ഷം അവിടെ വോട്ട്. 5 ലക്ഷം വോട്ടിന് സാർ ജയിക്കും. എഴുത്തുകാരെ കുഴപ്പത്തിലാക്കുന്ന അവരുടെ ആരാധകരാണ്. ചുറ്റും നിന്നിട്ട് സാറിന് ഇപ്പോഴത്തെ നോവലുണ്ടല്ലോ, ഇത് ഷേക്സ്പിയറിനേക്കാളും നോവൽ ഒരു വർഷത്തില് തീർച്ചയായിട്ടും വായിക്കുമല്ലോ പറയും. ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കൊടുക്കാതെ കൂടെ നിൽക്കുന്നവരാണ് കുഴപ്പത്തിലാക്കുന്നത്. അത് ആർക്കറിയാം? ഈ വ്യവസായ പ്രമുഖരറിയാം.